പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 78-ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസിങ് ദ ഡിജിറ്റ്സ് 1, 4, 0, 8 and 6 മേക്സ് ദ ഡെസിമൽ നമ്പർ ക്ലോസസ്റ്റ് ടു 30. അപ്പോൾ 1, 4, 0, 8, 6 ഈ ഡിജിറ്റ് ഉപയോഗിച്ച് 30യോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 30യോട് ഏറ്റവും അടുത്ത് വരുന്നത് വേണം. ഏതൊക്കെ നമ്പർ യൂസ് ചെയ്തിട്ടാണ്? 1, 4, 0, 8, 6 ഈ 5 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 30യോട് ഏറ്റവും അടുത്ത് വരുന്നതെന്ന് പറയുന്നത് ഏതായിരിക്കും? 1ഉം 4ഉം എടുത്താൽ 14, 4ഉം 1ഉം എടുത്താൽ 41, 4ഉം 0ഉം എടുത്താൽ 40 വരും അല്ലേ. ബാക്കി 8ഉം 6ഉം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 30യിൽ നിന്ന് ഏറ്റവും ദൂരെ പോവും. അപ്പോൾ 30യോട് അടുത്ത് വരുന്നത് 4 എടുക്കുമ്പോഴാണ്. 4 വെച്ചിട്ട് 41 എടുക്കാം, 40 എടുക്കാം. പിന്നെ 1 എടുത്തു കഴിഞ്ഞാൽ 14, 10, 18, 16 ഇങ്ങനെ പോവും. അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണ്? 4ഉം 0ഉം 40 എടുക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെഴുതാം? 40 പോയിൻറ്റ് എന്തായിരിക്കും ഏറ്റവും? ഇനി ബാക്കിയുള്ളത് 4ഉം 0ഉം എടുത്ത് ബാക്കിയുള്ളത് ചെറുതെടുക്കുക. 1, 6, 8 ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ 40.168 തിരിച്ചെടുത്താലോ? 816 എന്നെടുത്താൽ കുറച്ചുകൂടെ ദൂരത്തിൽ പോകും 40യിൽ നിന്ന്. അപ്പോൾ 40.168. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിനോട് അടുത്ത് വരുന്നത് റൈറ്റ് സൈഡിൽ നിന്നുള്ള നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ നമ്പറിൽ നിന്ന് വലുതിലോട്ട് എഴുതുക. അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ സ്മോൾ ടു ബിഗ് എഴുതുക. അതായത് 1 തൊട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ഇനി ലെഫ്റ്റിൽ നിന്നുള്ളതാണെങ്കിൽ ഇനി 30യുടെ ലെഫ്റ്റിലോട്ടുള്ളതാണ് നമ്മൾ എഴുതുന്ന ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് എടുക്കുന്നതെങ്കിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് ബിഗ് ടു സ്മോൾ എഴുതുക. അതായത് 9, 8, 5 ഇങ്ങനെ എഴുതുക. ബിഗ് ടു സ്മോൾ എഴുതുക, എന്നാലേ ക്ലോസസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. റൈറ്റിലത് എഴുതുമ്പം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എടുക്കുന്നത് സ്മോൾ ടു ബിഗ് എഴുതുക. ലെഫ്റ്റിലുള്ളതാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞുള്ളത് ബിഗ് ടു സ്മോൾ എഴുതുക കേട്ടോ. ഇനി അടുത്തത് ദ സ്മോളസ്റ്റ് പോസിബിൾ ഡെസിമൽ നമ്പർ ബിറ്റ്വീൻ 100 and 1000. 100നും 1000നും ഇടയ്ക്കുള്ള സ്മോളസ്റ്റ് പോസിബിൾ ഡെസിമൽ നമ്പർ എഴുതാൻ. അതായത് ഇത് വെച്ചിട്ട് വേണം എഴുതാനാണ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. 100നും 1000നും ബിറ്റ്വീൻ ആയിരിക്കണം. അപ്പോൾ 100നാകുമ്പോൾ നമുക്ക് 100ൽ തന്നെ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ചെറുതല്ലേ. അപ്പോൾ 1 എഴുതാം. 1 കഴിഞ്ഞിട്ടൊരു 0 ഉണ്ട്. 1, 0. അടുത്തത് 4 പോയിൻറ്റ് എന്തെഴുതാം? 104 പോയിൻറ്റ് ഏറ്റവും ചെറുത് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അപ്പം 1 എഴുതി, 0 എഴുതി, 4 എഴുതി, പോയിൻറ്റ് എന്തെഴുതാം? 68 എന്നെഴുതാം. ഇതായിരിക്കും 100നും 1000നും ഇടയ്ക്കുള്ള ഏറ്റവും ചെറിയ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് വിൽ എ ഡെസിമൽ നമ്പർ വിത്ത് മോർ ഡിജിറ്റ്സ് ബി ഗ്രേറ്റർ ദാൻ എ ഡെസിമൽ നമ്പർ വിത്ത് ഫ്യൂവർ ഡിജിറ്റ്. ഏറ്റവും കുറവ് ഡിജിറ്റ്സ് ഉള്ള ഡെസിമൽ നമ്പറിനെ കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കുമോ ഡിജിറ്റ്സ് കൂടുതലുള്ള ഡെസിമൽ നമ്പർ? അതായത് ഡെസിമൽ നമ്പറിൻ്റെ ഡിജിറ്റ് കൂടുതലുള്ള ഡെസിമൽ നമ്പർ ഡിജിറ്റ്സ് കുറവുള്ള ഡെസിമൽ നമ്പറിനെ കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല അല്ലേ. നമുക്ക് എന്തെഴുതാം? നോ എന്ന് എഴുതാം. അപ്പോൾ ഡിജിറ്റ് ഏറ്റവും കുറവുള്ള ഒരു ഡെസിമൽ നമ്പർ നമുക്ക് എഴുതാം 0.9. ഓക്കെ. ഇനി ഡിജിറ്റ്സ് ഏറ്റവും കൂടുതലുള്ളൊരു ഡെസിമൽ നമ്പർ എഴുതാം 0.1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിലേതാണ് ഗ്രേറ്റർ? 0.9 ആണ് ഗ്രേറ്റർ അല്ലേ. കാരണം എന്താ? ടെൻസിൻ്റെ പ്ലേസിൽ ഇവിടെ 9 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ പ്ലേസ് വാല്യൂ നോക്കുമ്പം 9 ഈസ് ഗ്രേറ്റർ. സോ 0.9 ഈസ് ഗ്രേറ്റർ. അപ്പം ഇവിടെ ഡിജിറ്റ്സ് ഒരു ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 9 ഡിജിറ്റ്സ് ഉണ്ട്. പക്ഷേ ഏതാണ് ഗ്രേറ്റർ? 0.9 ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി. ഇവിടെ നമുക്ക് നോ എന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹി പർച്ചേസസ് 0.25 kilogram of beans
0.3 kilogram of carrot, 0.5 kilogram of potatoes, 0.2 kilogram of capsicum and 0.05 kilogram of ginger. Calculate the total weight of the item she bought. അപ്പം മഹി പർച്ചേസ് ചെയ്ത കുറേ ഐറ്റംസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പം ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഐറ്റം മഹി ബോട്ട് ഇസ് ഇക്വൽ ടു എന്തൊക്കെയാണ്? 0.25 കിലോഗ്രാം പ്ലസ് അടുത്തത് 0.3 കിലോഗ്രാം പ്ലസ് അടുത്തത് 0.5 കിലോഗ്രാം പ്ലസ് 0.2 കിലോഗ്രാം പ്ലസ് 0.05 കിലോഗ്രാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 0.25 അടുത്തത് 0.3 0.5 0.2 0.05. അപ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസിലെല്ലാം 0 ആണ്. ടെൻസിൻ്റെ പ്ലേസിൽ ഡിജിറ്റ്സ് ഉണ്ട്. അടുത്ത ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ഉണ്ട്. അവിടെ 2 നമ്പേഴ്സിന് മാത്രമേ ഡിജിറ്റ് ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ. 5 + 5 10. 1 നമ്മളിവിടെ എഴുതി. 2 + 1 3 3 + 3 6 6 + 5 11 11 + 2 13. 1 ഇവിടെ എഴുതി. 1.30 കിലോഗ്രാം. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 1.30 കിലോഗ്രാം ആണ് അവൾ വാങ്ങിച്ച ടോട്ടൽ വെയിറ്റ്. അല്ലെങ്കിൽ 1.3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. Next question. Pinto supplies 3.79 liters, 4.2 liters and 4.25 liters of milk to a milk dairy in the first 3 days. അപ്പോൾ ആദ്യത്തെ 3 ദിവസം പിൻറ്റോ 3.79 4.2 4.25 ഇത്രയും മിൽക്ക് ഡയറിക്ക് സപ്ലൈ ചെയ്തു. ഇൻ 6 days അതായത് മൊത്തം 6 ദിവസത്തിൽ ഹീ സപ്ലൈസ് 25 liters ഓഫ് മിൽക്ക്. അവൻ മൊത്തം 25 ലിറ്റേഴ്സ് മിൽക്ക് സപ്ലൈ ചെയ്തു. ഫൈൻഡ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സപ്ലൈ ടു ദി ഡയറി ഇൻ ദ ലാസ്റ്റ് 3 days. ലാസ്റ്റ് 3 days സപ്ലൈ ചെയ്ത മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസത്തെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് മൊത്തം 6 ദിവസത്തെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസത്തെ നമുക്കറിയാം. ടോട്ടൽ 6 daysലേയും തന്നിട്ടുണ്ട്. ലാസ്റ്റ് 3 days കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൊത്തം 6 daysൽ നിന്ന് ആദ്യത്തെ 3 ദിവസത്തെ അങ്ങ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് 3 daysൽ അത് നമുക്ക് കിട്ടും ഇല്ലേ? ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സപ്ലൈഡ് ടു ദ ഡയറി ഇൻ ദ ലാസ്റ്റ് 3 days ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ മിൽക്ക് സപ്ലൈഡ് ഇൻ ദി 6 days മൈനസ് ഈ 6 daysൽ സപ്ലൈ ചെയ്ത മിൽക്കിൽ നിന്ന് എന്ത് സബ്ട്രാക്റ്റ് ചെയ്യണം? ടോട്ടൽ മിൽക്ക് സപ്ലൈഡ് ഇൻ ദി ഫസ്റ്റ് 3 days സബ്ട്രാക്റ്റ് ചെയ്യണം. ടോട്ടൽ മിൽക്ക് സപ്ലൈഡ് ഇൻ ദ ഫസ്റ്റ് 3 days ഇസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ മിൽക്ക് സപ്ലൈഡ് ഇൻ 6 days എന്ന് പറയുന്നത് എന്താണ്? 25 ലിറ്റർ ആണ്. ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സബ്ട്രാക്റ്റ് ചെയ്യണം? അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് അങ്ങ് എഴുതാമേ. 3.79 ലിറ്റർ പ്ലസ് 4.2 ലിറ്റർ പ്ലസ് 4.25 ലിറ്റർ ഇത്രയും നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം. ഇനി ബ്രാക്കറ്റ് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം മൈനസ് ഇട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ ഞാൻ ഈ 3 ദിവസത്തെ അങ്ങ് ആഡ് ചെയ്തിട്ട് അത് ഈ 25ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 25 ലിറ്റർ മൈനസ് ബാക്കിയുള്ളതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? 3.79 4.2 4.25 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 9 + 5 14 7 8 10 12 3 + 1 4 4 + 4 8 8 + 4 12. അപ്പോൾ 12.24 എന്ന് കിട്ടി ലിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു. ഇനി 25ൽ നിന്ന് നമ്മളിത് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ 25 മൈനസ് 12.24. അപ്പം ഇവിടെ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് 2 zeros ഇട്ട് കൊടുക്കുന്നു.
അപ്പോൾ നമുക്കിവിടെ 0യിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 5 കട്ട് ചെയ്തിട്ട് ഇവിടെ 4 ആകും, ഇവിടെ 10 ആകും അല്ലേ. ആ 10ൽ നിന്ന് നമ്മൾ വീണ്ടും കട്ട് ചെയ്തിട്ട് ഒന്നിപ്പുറത്ത് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 9, ഇവിടെ 10. 10 - 4 is 6. 9 - 2 is 7. 4 - 2 is 2. 2 - 1 is 1. എന്ത് കിട്ടി? 12.76 ലിറ്റേഴ്സ് ആണ് ലാസ്റ്റ് 3 ഡേയ്സിൽ ഡയറിക്ക് സപ്ലൈ ചെയ്ത ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? നമുക്ക് മൊത്തം 6 ഡേയ്സിലേ തന്നിട്ടുണ്ട്. ആ 6 ഡേയ്സിൽ നിന്ന് ആദ്യത്തെ 3 ദിവസം സപ്ലൈ ചെയ്ത മിൽക്കിനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 3 ഡേയ്സിൽ സപ്ലൈ ചെയ്ത മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.